ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വാഞ്ചോ കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഹൈ ആക്കിയിട്ട് നന്നായിട്ട് ഫ്ലഫി ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഇനി കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്ററോടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടത് അടിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാരയും മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. അതൊരു അരിപ്പയിലൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് നമ്മളിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഇട്ടിട്ട് കുഴച്ചാൽ നമ്മുടെ കേക്ക് നന്നായിട്ട് ഹാർഡായിട്ട് പോവും. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. ഇനി 1 ടീസ്പൂൺ വിനീഗറിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. ബേക്കിംഗ് സോഡയും വിനീഗറും കൂടി ആഡ് ചെയ്തെടുത്താൽ. ഇനി ആ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ 2 പോർഷനാക്കിയിട്ട് എടുക്കണം. ഒന്ന് വനില കേക്കും പിന്നെ ചോക്ലേറ്റ് കേക്കുമാണ്. അപ്പോൾ രണ്ടും ഒരേ മെഷർമെൻറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെയും വനില കേക്കിൻ്റെയും ബേസ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് വനില കേക്കാണ്. അപ്പോൾ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ തടവി കൊടുക്കണം. എന്നിട്ട് വനില കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തട്ടൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ്. എന്നിട്ടൊരു 35 മിനിറ്റ് വരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് കേക്കും നന്നായിട്ട് അതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ 2 കേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വിപ്ഡ് ക്രീം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ട് ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫിയോണൻ്റെ ക്രീമാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം ഈ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇനി നമ്മൾ കേക്ക് ലെയർ ചെയ്തെടുക്കാനാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുത്തത്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ചോക്ലേറ്റ് കേക്ക് അത് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ള കേക്കും അതുപോലെ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക്
ചോക്ലേറ്റ് ക്രീം, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ചോക്ലേറ്റ് ക്രീം ഇതുപോലെ നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കേക്ക് ലെയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരുടെയും ഒരുപോലെ ആക്കിയിട്ട് എടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വനില കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് നന്നായിട്ട് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ക്രീം നമ്മൾ ചുറ്റിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ട് എല്ലാവരും ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പും ക്രീമൊക്കെ വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് വനില കേക്കും കൂടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ക്രീം വെച്ചിട്ട് നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് കവർ ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ക്രീം ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ആക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുപോലെ സൈഡ്സിലൊക്കെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ലെവൽ ചെയ്യുക. സൈഡും മേലെ നന്നായിട്ട് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് നൈഫ് ഇല്ലെങ്കിൽ കാർഡ്സ് വെച്ചിട്ടായാലും സിമ്പിളായിട്ട് നമുക്ക് ലെവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നന്നായിട്ട് ഷാർപ്പായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അത് കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ അത് ചൂടോടെ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ കേക്ക് മെൽട്ടായി പോവും. കുറച്ച് സമയം അവിടെ വെച്ചിട്ട് അത് കുറച്ച് ചൂടാറിയാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുനിന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് അത് കേക്കിൻ്റെ മുകളിൽ ലൈൻസ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഡിസൈനായിട്ട് കിട്ടിക്കോളും. പിന്നെ കേക്കിൻ്റെ താഴെയായിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണിത്. അപ്പോൾ വാഞ്ചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ, ടേക്ക് കെയർ.